കോതമംഗലം റേഞ്ചിലെ 7ാം ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു കള്ളുഷാപ്പിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാം ഈ കെട്ടിടം എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഒരു തൂണ്, ഒരു മുളം കമ്പിൻ്റെ ബലത്തിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് അകത്തേക്കൊന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അവിടെ ഈ ചുമരുകളെല്ലാം ഇടിഞ്ഞ് ദ്രവിച്ച നിലയിലാണുള്ളത്. അതിൻ്റെ സീലിങ്ങിൽ മരത്തടി കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം തന്നെ ചിതലരിച്ച് നശിച്ചു പോകുന്ന നിലയിലേക്കാണ് ഈ ബിൽഡിംഗ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഷാപ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ട്. ഇവിടെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ ഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഒരു ജനവാസ മേഖലയ്ക്ക് നടുവിലാണുള്ളത് എന്നത് മാത്രമല്ല, ഇതൊരു ശോചനീയമായ ഇടിഞ്ഞു വീഴാനായ ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ ഷാപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഇവിടെ കള്ള് കുടിക്കാൻ എത്തുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന നിലയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സാഹചര്യമുള്ളത്. സാധാരണഗതിയിൽ ഒരു ഷാപ്പിന് ലൈസൻസ് ലഭിക്കണമെങ്കിൽ അതിൽ വേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. വൃത്തിയുള്ള ഷാപ്പ് പരിസരങ്ങളായിരിക്കണം, ഷാപ്പിനകത്തായാലും വൃത്തി ഉണ്ടാകണം, ബാത്റൂം സൗകര്യങ്ങൾ വേണം എന്നൊക്കെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇതാണ് ഈ ഷാപ്പിനകത്ത്. ഈ ഷാപ്പ് ഒരു ഉപയോഗിക്കാത്ത ഒരു വീടാണ്. ആ വീടിനെ ഷാപ്പായി മാറ്റിയതാണ്. ആ വീടിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ. ഇത്രയും ജീർണിച്ച അവസ്ഥയിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ഷാപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ലൈസൻസ് ലഭിച്ചത്? ഈ കെട്ടിടത്തിൽ ഈ ഷാപ്പ് പ്രവർത്തിക്കാനുള്ള അനുമതി എങ്ങനെയാണ് ലഭിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചായത്തിൻ്റെ ഒരനുമതിയും ഇതിന് ലഭിച്ചിട്ടില്ല. അതായത് ഇപ്പോഴും ഇത് ഒരു താമസിക്കാൻ വേണ്ടിയുള്ള ഒരു കെട്ടിടമായി തന്നെയാണ് രേഖകളിലുള്ളത്. അതല്ലാതെ കൊമേഴ്ഷ്യൽ പർപ്പസ് ബിൽഡിംഗായി ഇത് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് ഇപ്പോൾ പഞ്ചായത്തിന് എന്തെങ്കിലും അനുമതിയോ കാര്യങ്ങളോ ഉണ്ടോ? പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അനുമതിയും ഇതിന് വാങ്ങിയിട്ടില്ല. തന്നെയുമല്ല, ഇത് ഡൊമസ്റ്റിക് പർപ്പസിലാണ് പഞ്ചായത്ത് രേഖകളിൽ 6ാം വാർഡിൽ 375 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇതേവരെയായിട്ട് ഇപ്പോൾ അത് ഡൊമസ്റ്റിക് പർപ്പസിൽ നിന്ന് വാണിജ്യമായ ആവശ്യത്തിലേക്ക് വേണ്ടുന്ന ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. തന്നെയുമല്ല, ഇത് ഇപ്പോഴും വളരെ അതിശയകരമാണ്. കാരണം ഇതുപോലെയുള്ള യാതൊരുവിധ വൃത്തിയുമില്ലാത്ത, ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിൽ എങ്ങനെ ഷാപ്പ് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശ്ചര്യപ്പെടുകയാണ്. ഇത് ഷാപ്പിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയതിന് ശേഷമാണ് പഞ്ചായത്ത് ഇത് അറിയുന്നത് തന്നെ. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് ഉണ്ട്, 500 രൂപ പത്രത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഉടമയായ അയ്യപ്പനിൽ നിന്ന് ഞങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ഇവിടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കള്ള് ഷാപ്പിന് വേണ്ടിയിട്ട് ഞാൻ കെട്ടിടം കൊടുത്തിട്ടില്ല. അവർ താമസത്തിന് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അടുത്തൊന്ന് സമീപിച്ച് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. റഫ് പേപ്പറിൽ അവർ ഒപ്പിട്ട് വാങ്ങി 15 ദിവസം കഴിയുമ്പോൾ മറ്റേ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻ്റ് ഒപ്പിടിക്കാൻ വരാമെന്നുള്ള വാക്കിലാണ് പോയതെന്ന് ഈ പറമ്പ് വീട്ടുടമസ്ഥൻ പറയുന്നു. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെല്ലാതെ കൊണ്ട് തന്നെ ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചതായിട്ടാണ് അറിയുന്നത്. ഇതിൽ ഈ എക്സൈസ് എന്തെങ്കിലും പരിശോധനയൊക്കെ നടത്തിയിട്ടാണോ ഈ ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നു? ഞങ്ങളുടെ അറിവിലില്ല. തന്നെയുമല്ല, പഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു പേപ്പറിന് വേണ്ടിയിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺട്രാക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കൃത്യമായ വിവരങ്ങളെല്ലാവരും അവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 500 രൂപ പത്രത്തിൽ 3 എഗ്രിമെൻ്റ് ഉണ്ട്. 3 എഗ്രിമെൻറ്റിൽ ഒന്ന് ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതേവരെയായിട്ട് പഞ്ചായത്തിലുള്ള യാതൊരുവിധ പേപ്പർ പരിപാടികളും നടന്നിട്ടില്ല. അതാണ്, ഇപ്പോഴും ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ബിൽഡിംഗായി മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റാനുള്ള സാഹചര്യവുമല്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതായത് ഈ ബിൽഡിംഗ് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്ന അവസ്ഥയിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ടതാണ്. അത്രയും ശോചനീയമായ അവസ്ഥയിലുള്ള, എപ്പോൾ വേണമെങ്കിലും ഒരു മഴ ഒന്ന് ശക്തമായി പെയ്താൽ ഇടിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ ലൈസൻസ് ലഭിച്ചത്? അതോടൊപ്പം എങ്ങനെയാണ് ഇതിന് ഈ ഷാപ്പ് ഇങ്ങോട്ട് മാറ്റി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് എന്നതിന് മറുപടി പറയേണ്ടത് എക്സൈസ് കൂടിയാണ്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.